ഒന്ന്, കുഞ്ഞുങ്ങളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുക. എന്തുമാത്രം കുറവോ, എന്തുമാത്രം കുറുമ്പോ, എന്തുമാത്രം ഡിഫോമിറ്റിയോ, എന്തുമാത്രം വൈകല്യങ്ങളുള്ള ഒരു കുഞ്ഞാവാൻ നിങ്ങളുടേത്. പക്ഷേ ആരൊരാൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഭണ്ഡാരത്തിൽ വീഴുന്ന നാണയത്തിന് മീതെ പരാതി പറയാനായിട്ട് ഭണ്ഡാരം സൂക്ഷിപ്പുകാർക്ക് അർഹതയില്ല. എന്ന പോലെ നമ്മൾ ഏൽപ്പിച്ച ഈ കുഞ്ഞുങ്ങളുടെ മീതെ ദൈവത്തോട് പരിഭവം പറയാനോ ആ കുഞ്ഞുങ്ങൾ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല. നമ്രതയോടുകൂടി ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പ്രധാനം. ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വെറുതെ കൈവെള്ളിലോട്ട് ആരോ ഒരു കുഞ്ഞിനെ വെച്ച് നീട്ടുന്നത് മാത്രം ഓർത്താൽ മതി. ആ നമ്രതയിൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക എന്നുള്ള പ്രധാനം. രണ്ടാമതായിട്ട്, കുഞ്ഞുങ്ങളെ തടയരുതെന്ന് പറയുന്ന യേശു മൊഴിയുണ്ട്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും അലഞ്ഞു കണ്ടെത്താനും ഒക്കെ ഉണ്ട്. നമ്മളാവട്ടെ നമ്മുടെ അസൗകര്യം കൊണ്ട് അതിനെല്ലാം തടസ്സപ്പെടുത്തുക. കുഞ്ഞുങ്ങൾ ചോദ്യങ്ങളെപ്പോലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ ഉത്തരം കൊടുത്ത് അവർ ഇൻക്വിസിറ്റ്നെസ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാന റാഷണാലിറ്റി സഹായിക്കുന്ന ഘടകത്തെ ഇങ്ങനെ തീരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ തടയാതിരിക്കുക, അവരെ അലച്ചിലുകളെ തടയാതിരിക്കുക, അവരെ യാത്രകളെ തടയാതിരിക്കുക, കുഞ്ഞുങ്ങളെ തടയാതിരിക്കുക. കാരണം ഈ ഓരോ പ്രാവശ്യം നിങ്ങൾ തടയുന്നതനുസരിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിന് വലിയ പരിക്കേൽക്കുക. നാളെ ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെന്നിട്ട് വരുമെന്ന് പറയുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോലും ധൈര്യമില്ലാതെ ഈ കുഞ്ഞുങ്ങൾ പരുകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മീതെ ചെറിയ പ്രായത്തിൽ ഏൽപ്പിച്ച ഈ വിലക്കുകൾ തന്നെയാണ് കാരണം. ഒരു കുട്ടി തൻ്റെ കാലത്തിനകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കായിട്ട് പറയുന്നത് അരുതെന്ന് പറഞ്ഞൊരു വാക്കാണ്, ഡോണ്ട്. നിരന്തരം അത് കേട്ട് കേട്ട് പല കുഞ്ഞുങ്ങളും അത് തങ്ങളുടെ ചെല്ലപ്പേരാണെന്ന് പോലും തെറ്റിദ്ധരിക്കാറുണ്ട്. മൂന്നാമതായിട്ട്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുക. നമുക്ക് കുഞ്ഞുങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ ഇളം പ്രായത്തിൽ ഒരു ആചാര്യൻ്റെ അടുക്കിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുക എന്നുള്ള. ആചാര്യൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു മൂല്യമുണ്ട്. ലോകത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും സഹജീവികളെക്കുറിച്ചും വ്യാകുലതകളുള്ള ആ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്താനായിട്ട് നിശ്ചയമായിട്ടൊരു ആചാര്യസന്നിധിയെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് മൂന്നാമത്തത്. അവർ റെപ്രസെൻ്റ് ചെയ്ത മൂല്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ആ ചെറിയ പ്രായത്തിൽ ഇവർ പറയാൻ ശ്രമിച്ച വലിയ ബലിപാഠങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അസംതൃപ്തമായ എല്ലാ ദാമ്പത്യ ഇടങ്ങൾക്കകത്തും അപഹസിക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ്. നമ്മളെ എല്ലാ അതൃപ്തികളുടെയും ഭാരം ചുമക്കുന്ന കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ അവരുടെ മാലാഖമാർ നിന്ദിക്കപ്പെടുന്നതാണ് യേശു പറയുന്നത്. ആ മാലാഖമാരാവട്ടെ എൻ്റെ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുക. നിസ്സഹായരായവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള ആൾക്കാരുടെ പേരാണ് ഈ മാലാഖമാരെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് നിസ്സഹായരായതുകൊണ്ട് അവർക്ക് വേണ്ടി മുതിർന്നവരാരും കൂടെ നിൽക്കാനില്ലാത്തതുകൊണ്ട് മാലാഖമാരുണ്ടെന്നൊക്കെ യേശു പറയുമ്പോൾ നമുക്ക് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളെക്കുറിച്ച് ഈ മാലാഖമാർ ദൈവസന്നിധിയിൽ പരാതി പറയുന്നുണ്ടാവും. കുഞ്ഞുങ്ങളെ ഇങ്ങനെ അപമാനമില്ലാതെയും കുത്തുവാക്കുകളില്ലാതെയും താരതമ്യങ്ങളില്ലാതെയും തർക്കങ്ങളില്ലാതെയും വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അവസാനമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുക എന്ന് പറയുക. അപ്പോഴും യേശു പറയുന്ന ഇതാണ്, എന്നെ ഓർത്തല്ല കരയേണ്ടത്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. ഏറ്റവും നല്ലത് രൂപപ്പെടുത്താനായിട്ട് ദൈവം അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ട് നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്തു? ദിവസത്തിൻ്റെയൊക്കെ ഭാഷയിൽ ആ പൊന്നാണയം കൊണ്ട് നീ എന്ത് ചെയ്തു? അപ്പോൾ അതിനകത്ത് കുറച്ച് ഭാരമുണ്ടായ നല്ലതാണ്. ഈ കരയുക എന്ന് പറയുന്നതിന് ആ വേദപുസ്തക സൂചനയിൽ പ്രാർത്ഥിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ക്രമീകരിച്ചാലും, നമ്മൾ എന്തുമാത്രം സ്നേഹത്തിൽ ഈ കുഞ്ഞുങ്ങളെ മുക്കിയെടുത്താലും, നമ്മൾ എന്തുമാത്രം ഈ കുഞ്ഞുങ്ങളുടെ മീതെ ശ്രദ്ധ ചെലുത്തിയാലും ചിലപ്പോൾ നമ്മുടെ വിരലുകളുടെ ഇടയിലൂടെ കുഞ്ഞുങ്ങൾ വഴുതി പോകും. കുറച്ച് സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ നല്ലതാണ്. തിരി തെളിച്ചവനറിയാം ഏത് കാറ്റിലും ഉലയാതെ അണയാതെ ആ ദീപനാളത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന്.